അന്ധകാരത്തിൽ നിന്ന് ഈ ഭൂമിയെ ഉളവാക്കിയവൻ. ഹല്ലേലൂയ. അനാദി നിത്യതയിൽ മനുഷ്യനെ സൃഷ്ടിച്ചവർ. സൂര്യനെയും ചന്ദ്രനെയും അതിൻ്റെ ഓർബിറ്റിനകത്ത് ഇന്ന് രാത്രി നിയന്ത്രിക്കുന്ന ദൈവ. മിൽക്കി വേ ഗാലക്സിക്കകത്ത് നക്ഷത്രങ്ങളെ കാത്തു പരിപാലിക്കുന്ന ദൈവ. സോംപൂറ ഗാലക്സിക്കകത്ത് ആകാശപാറകളെ കരുതുന്ന ദൈവ. അവനറിയാതെ ഏതൊക്കെ തീച്ചൂള എനിക്കെതിരെ ആഞ്ഞടിച്ചാലും, ഏതൊക്കെ ഹാർട്ട് അറ്റാക്കുകൾ നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, ഏതൊക്കെ കടഭാരങ്ങൾ പൊക്കിക്കൊല്ലുവാൻ പദ്ധതി വച്ചാലും, ഇന്ന് രാത്രി 9ാമത് രാത്രി പറയണ ഒരുവൻ എൻ്റെ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ശംബരാധിക ജാനബൗഡാരവ ശംദുരെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ ചവിട്ടുവാൻ, ഭാഷകളെയും അധികാരങ്ങളെയും അന്ധകാരത്തിൻ്റെ പോരുകളെയും കാൽവരുടെ കൊലകളത്തിൽ തകർത്തുയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ക്യാൻസറുകളും, യേശുവിൻ്റെ നാമത്തിലല്ല ട്യൂമറുകളും, യേശുവിൻ്റെ നാമത്തിലല്ല തൈറോയിഡുകളും ഇന്ന് രാത്രി അഴിഞ്ഞു മാറുന്ന രാത്രിയാകട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി മര്യാപുരത്ത് നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ലാത്താങ്കരയിൽ നിന്നെ തകർക്കുവാൻ പദ്ധതി വച്ചവരുടെ നടുവിൽ പൊന്നുപോലെ കെട്ടടിച്ച് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാ ഇന്ന് രാത്രി ഏഞ്ചൽസ് ഇറങ്ങിയിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded this Saturday. പൊസിഷൻസ് മാറ്റുക ഇന്ന് രാത്രി. ലോകം പറയും നടക്കത്തില്ല. സഹോദരി കരം ഉയർത്തി പറയണ എൻ്റെ ദൈവത്താൽ സകലതും സാധ്യം. ഇന്ന് രാത്രി വീട്ടിനകത്തിരിക്കുന്ന ചെറുപ്പക്കാര നാട്ടുകാർ പറയും, ഈ തീജ്വാലയ്ക്കകത്ത് നീ കത്തി അമരും, എന്നാൽ അതിനകത്ത് പറയണം അതിൻ്റെ നടുവിലും എൻ്റെ കെട്ടടിച്ചെന്നെ പുറത്ത് കൊണ്ടുവരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഈ കൺവെൻഷൻ നാളെ രാത്രി പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ സംഗതിയോടെ തീരുമാനമെടുക്കണം. ഒരനർത്ഥം എനിക്ക് വരികയില്ല, ഒരു ബാധ എൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല. എൻ്റെ കാല് കല്ലിന്മേൽ തട്ടിപ്പോകാതിരിപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയ ദൈവ. സിംഹത്തിന്മേലും ആണലിന്മേലും ഞാൻ ചവിട്ടു, പെരുമ്പാമ്പിനെ ഞാൻ മെതിച്ച് കളയോ. ദുഷ്ടൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയോ? ഞാൻ അവനോട് പറ്റിയിരിക്കയാൽ. കരമുയർത്തുന്നവർക്കായി അവൻ എന്നെ തക്ക സമയത്ത് വിടുവിക്കൂ. കൺവെൻഷൻ കൂട്ടങ്ങളുടെ 9ാമത് രാത്രി കരമുയർത്തി പറയണം, ഞാൻ അവനോട് പറ്റിയിരിക്കുകയാൽ തക്ക സമയത്ത് അവൻ എന്നെ വിടുവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി സഭയ്ക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികൾ അഴിഞ്ഞു മാറുക. ഇന്ന് രാത്രി ബാബേലിൻ്റെ പ്രവാസത്തിനകത്ത്, ഹല്ലേലൂയ, ദുരാശു സമഭൂമിക്കകത്ത് കുഞ്ഞുങ്ങളുടെ നേർക്ക് പാഞ്ഞെടുത്ത തീയിൽ നിന്ന് വിടുവിക്കുക. സ്വർഗത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങിയതുപോലെ 9ാമത് രാത്രി നിന്റെ കെട്ടുകളെ പൊട്ടിക്കുക, നിന്റെ ബന്ധനങ്ങളെ അടിക്കുക, മന്ത്രതന്ത്രവാദ ശക്തികൾ നിനക്കെതിരെ ഉണ്ടാക്കിയ പദ്ധതികളെ തകർക്കുക. ഇന്ന് രാത്രി അഭിഷേകത്തിൻ്റെ തീ ഇറങ്ങട്ടെ. സീനായിൽ ഇറങ്ങിയ തീ, ഹോരേബിൽ ഇറങ്ങിയ തീ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ, ഒരു തീ കത്തുന്നത് പോലെ, ഒരു അണക്കെട്ട് പൊട്ടുന്നത് പോലെ, the anointing power coming this Saturday. യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ കരത്താൽ ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയുന്ന രാത്രിയായി മാറട്ടെ. കരമുയർത്തി ഇന്ന് രാത്രി, ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി കാണുകയില്ല, ആ കഷ്ടം ഇനി എനിക്ക് വരികയില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. അഭിഷേകത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കട്ടെ. രോഗശാന്തിയുടെ കരം ഈ രാത്രി ചലിക്കട്ടെ. പിന്മഴയുടെ കാലത്ത് നീ യഹോവയുടെ മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കുക. അവൻ മിന്നൽ പിണറിനെ അയക്കുക. നിന്റെ കുടുംബത്തിനകത്തൊരു അഭിഷേകത്തിൻ്റെ തീ കൊടുക്കുക. നിന്റെ ശുശ്രൂഷയ്ക്കകത്തൊരു അഭിഷേകത്തിൻ്റെ തീ കൊടുക്കുക. നീ കരം തൊടുമ്പോൾ തന്നെ അത്ഭുത രോഗശാന്തി വ്യാപരിക്കുക. നീ കരം വെക്കുമ്പോൾ തന്നെ ദുഷ്ടപിശാചുകൾ അലറി ഓടുക. 10ാമത് കർമ്മൽ ബസ്സിനകത്ത് കർമ്മേലിൽ ഇറങ്ങിയ ദൈവകര, ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിച്ച ദൈവകര, ചൂരച്ചെടിയുടെ കീഴിൽ കടന്നവനെ എഴുന്നേൽപ്പിച്ച ദൈവകര, ഇസബേലിന്റെ പോരുകളെ മാറ്റിക്കൊണ്ട് അഭിഷിക്തനെ എഴുന്നേൽപ്പിച്ച ദൈവകര. സംതിങ് ഈസ് ഹാപ്പൻഡ്. യേശുവിൻ്റെ നാമത്തിൽ തളർന്നു കിടക്കുന്ന ചില ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. നിന്റെ കുടുംബത്തിനെതിരെ മരണത്തിന്റെ വാത് കെട്ടിക്കൊണ്ട്, നിന്റെ തലമുറകൾക്കെതിരെ മരണത്തിന്റെ വാത് കെട്ടിക്കൊണ്ട്, മരണത്തിന്റെ ഭയശക്തികൾ കൊണ്ട് കുടുംബത്തെ മൂടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി ഇവിടെ പെയ്തിറങ്ങട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയം. The blood of Jesus giving a victory in this night. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിന്നെ തകർക്കുവാൻ ഒരു അഗ്നിജ്വാലയ്ക്ക് കഴിയത്തില്ല. നിന്നെ തകർക്കുവാൻ ഒരു ക്യാൻസറിന് കഴിയത്തില്ല. നിന്നെ തകർക്കുവാൻ ഒരു ഹാർട്ട് അറ്റാക്കിന് കഴിയത്തില്ല. നിന്റെ പിൻപിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളുടെ പിൻപിൽ ദൈവത്തിൻ്റെ കരമുണ്ട്. അല്പനേരം നിനക്കെതിരെ ഒരു പ്രതികൂലത്തിൻ്റെ കാറ്റടിച്ചാൽ പിന്നത്തതിൽ നിന്റെ നൗകയെ കരക്കടുപ്പിക്കുവാൻ, നിന്റെ പടകിനെ കരക്കടുപ്പിക്കുവാൻ എന്ന് രാത്രി മഹാദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. അല്ലെങ്കിൽ തീച്ചാല കണ്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. തീ കണ്ടിട്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. നീ അതിന്
അതിനകത്തെത്തുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടപ്പെട്ടതിനെ അതിനകത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നീ വീഴുന്നതിന് മുമ്പ് അതിനകത്ത് ദൂതൻ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്ന നാളെ രാത്രിക്ക് മുമ്പ് നിന്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് എവിടെ നീ വീണാലും അതിൻ്റെ നടുവിൽ നിന്ന് ദൂതൻ നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? യോഗം വെറുതെ അല്ല, ആരാധന വെറുതെ അല്ല, ദൈവത്തിൻ്റെ വചനം വെറുതെ അല്ല. നാളുകളായി നിന്നെ തകർക്കുവാൻ പദ്ധതി വെച്ച പദ്ധതികളിൽ നിന്ന് ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ പൊന്നുപോലെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് മാന്യതയോടെ മാനിക്കുവാൻ കരുത്തുറ്റ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ബാബേലിനകത്ത് മാത്രമല്ല, മരിയാപുരം കൺവെൻഷനകത്ത് ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന നല്ല ദൈവത്തിൻ്റെ കരം, താമ്ര കഥകളെ വെട്ടിമാറ്റുന്ന ദൈവത്തിൻ്റെ കരം, നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുന്ന ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പരാജയം കാണുവാൻ ശത്രു കാത്തു നിൽക്കും. നിനക്ക് വേണ്ടി കെണി ഒരുക്കുവാൻ മന്ത്രവാദി കാത്തു നിൽക്കും. നിന്റെ ആരോഗ്യത്തെ തകർക്കുവാൻ ദുഷ്ടപിശാചി പദ്ധതി വെക്കുക. എന്നാൽ അതിൻ്റെ നടുവിൽ പറയണം, പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരുവാൻ തൻ്റെ ദൂതനെ അയച്ച് ദൈവകാര്യങ്ങളെ നിയന്ത്രിച്ചു കൊള്ളും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി അധ്യായം 4 വരുമ്പോൾ വളരെ വേഗത്തിൽ നാം സഞ്ചരിക്കാം. അധ്യായം 4 വരുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് താൻ ഉണ്ടാക്കിയ ഹല്ലേലൂയ ഏറ്റവും നിർണായകമായി ആടുന്ന തൂക്കുവന ഹാങ്ങിങ് ഗാർഡൻസ് വൈകിട്ട് ഭാര്യയുമായിട്ട് പോയിട്ട് പറഞ്ഞു, എൻ്റെ ധനമാകാത്മത്താൽ ഞാൻ ഉണ്ടാക്കിയ മഗധിയാം ബാബിലോൺ സ്വർഗത്തിൻ്റെ ന്യായവിധി ഇറങ്ങി വന്ന് അവനെ വെട്ടിക്കളഞ്ഞു. അവൻ്റെ അരയന്നങ്ങളുടെ പട്ടുമത്തക്കകത്ത് തൂവൽ കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ഹല്ലേലൂയ നെബൂഖദ്നേസർ ഇപ്പം മൃഗം പോലെയായി. 56 ഭ്രാന്തികളുണ്ട്. അതിലൊരു പ്രത്യേക ഭ്രാന്ത ലൈക്കാൻത്രോപ്പി. അവൻ വിചാരിച്ചു ഞാനൊരു കാളയാ, കാല് വളരുന്നു, കൈ വളരുന്നു, നഖം വളരുന്നു. അവനെ വനാന്തരത്തിൽ കൊണ്ടുവിട്ട് 7 വർഷം ഇറാഖിൻ്റെ ചക്രവർത്തി പുല്ല് നിന്നു. നിഗളിക്കുന്നവരെ വെട്ടിക്കളയുന്ന ദൈവ. അപ്പോൾ ദാനിയേൽ സ്വപ്നങ്ങളെ വെളിപ്പെടുത്തി അവൻ കൊട്ടാരത്തിനകത്ത് 5 നെബൂഖദ്നേസറിൻ്റെ കാലശേഷം ഒരുവൻ ഭരണത്തിൽ വന്നു. അവൻ്റെ പേര് ബേൽഷസർ. ബേൽഷസറിന് ദൈവഭക്തിയോ കാര്യമൊന്നുമില്ല. അവൻ എന്നും രാത്രി ആട്ടും പാട്ടും കൂത്തുകളുമാണ്. ഒരു സുപ്രഭാതത്തിൽ രാത്രിയിൽ പാർട്ടി നടക്കുന്നു. ആ നെബൂഖദ്നേസറിൻ്റെ കോട്ടയാ ബാബേൽ കോട്ട. ബാബേൽ കോട്ട എവിടെ നിൽക്കുന്നു? ഇറാഖിൽ ശാന്തമായി ഒഴുകുന്ന ഒരു നദിയുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ്. ഈ കോട്ട നദിയോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ ഫെയ്ത്തും നിൽക്കുന്നതിന് തൊട്ടു പിന്നാൽ കനാൽ ഒഴുകുന്നത് പോലെ 75 വാതിലുകൾ തുറന്നാൽ രാജാവിനും രാജ്ഞിക്കും കൈവച്ച് വെള്ളമെടുത്ത് മുഖം കഴുകുക. അതിനകത്ത് ചൂണ്ടയിട്ടാൽ മീനെ പിടിച്ച് വറചട്ടിക്കകത്ത് പൊരിക്കുക. അത്രയും നല്ല സൗകര്യമായിരുന്നു. എന്നാൽ നെബൂഖദ്നേസർ കഴിഞ്ഞപ്പോൾ നെബൂഖദ്നേസർ കുറേ പേടിയുണ്ട്. അത് ബേൽഷസറിൻ്റെ പ്രത്യേകത. ബേൽഷസർ എന്നും രാത്രി പാർട്ടിയും കള്ളുകൂടിയൊക്കെ. ഒരു സുപ്രഭാതത്തിൽ തൻ്റെ പിതാവ് നെബൂഖദ്നേസർ യെരൂശലേമിനെ ആക്രമിച്ചപ്പോൾ പൊൻവെള്ളി പാത്രങ്ങൾ കൊണ്ടുവന്നത് ഷോക്കേസിനകത്ത് വെച്ചിരുന്ന രാത്രി പരിപാടി മൂത്തപ്പോൾ ബേൽഷസർ പറഞ്ഞ് അതെടുക്കാൻ പറഞ്ഞു. അതെടുത്തിനകത്ത് മദ്യം, ദൈവത്തിന് വിരുദ്ധമായ മദ്യം ഒഴിച്ചപ്പോൾ താണ്ട് ഇവിടെ നമ്മുടെ കർമീൽ ഫെസ്റ്റിൻ്റെ ബോർഡ് എഴുതിയുള്ളൊരു നോട്ടീസ് എഴുതി വന്നു, മേനെ മേനെ തെക്കെ ഓർവൈസിൽ. പരിപാടി നിന്ന് കീബോർഡിൽ നിന്ന് പാട്ടും നിന്നു. ബേൽഷസർ ആകെ കുഴഞ്ഞു പോയി. കൊണ്ടോ ദൈവസാന്നിധ്യം ഇറങ്ങിയ പാത്രത്തിനകത്ത് ദൈവത്തിന് കൃപയില്ലാത്തത് ഇറങ്ങിയാൽ ദൈവത്തിൻ്റെ ന്യായവിധി വരും. അതുകൊണ്ട് ഇന്ന് രാത്രി പലരും പറയും സഭയെ വന്ന് കൈയടിക്കുമ്പോഴേ വിടുതൽ നടക്കും. നെവർ. ഇന്ന് രാത്രി സഭയ്ക്കകത്ത് പായ്ക്കകത്തിരുന്നാലും ദൈവത്തിൻ്റെ വിടുതലുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി സഭയുടെ കസേരയ്ക്കകത്തിരുന്നാലും വിടുതലുണ്ട്. ഒരുപക്ഷെ സഭയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഗ്ലാസ് കഞ്ഞി കുടിച്ചാലും നിന്റെ രോഗശാന്തിക്ക് അത് മതിയായിരിക്കും. സ്വോത്രം. അതുകൊണ്ട് ദൈവസാന്നിധ്യം ഇറങ്ങുന്നത് സഭയ്ക്കകത്തും ആരാധിക്കുന്നവരിലും മാത്രമല്ല, ദൈവസഭയിലിട്ടിരിക്കുന്ന പായ്ക്കകത്തും ദൈവസാന്നിധ്യം ഇറങ്ങും, കസേരയ്ക്കകത്തും ദൈവസാന്നിധ്യം ഇറങ്ങും, അതിനകത്തിരിക്കുന്ന മാറ്റിനകത്തും ദൈവസാന്നിധ്യം ഇറങ്ങും. ആ പാത്രങ്ങൾ ആരും കൈയെടുത്ത് പ്രാർത്ഥിച്ചതല്ല, പക്ഷെ ദൈവസാന്നിധ്യം ഇറങ്ങി ആലയത്തിലെ പാത്രത്തിനകത്ത് മദ്യം ഒഴിച്ചപ്പോൾ ഒരെഴുത്ത് മേനെ മേനെ തെക്കേ ഓർവസൽ. പാട്ടും ലൈറ്റും എല്ലാം പോയി. സ്വോത്രം. അവൻ ആകെ ബേൽഷസർ ചക്കപ്പടിയുന്ന പോലെ കുഴഞ്ഞു. ആരാണ്ട് പറഞ്ഞു, സ്വോത്രം, നിന്റെ അപ്പൻ പണ്ടൊരു സ്വപ്നം കണ്ടപ്പൻ രക്ഷയില്ലാതെ ഭക്തനായ ദാനിയേലിനെ കൊണ്ടുവന്നു. അങ്ങനെയെങ്കിൽ ആ ദാനിയേലിനെ ഒന്ന് വിളിക്കാം. ദാനിയേൽ വന്നിട്ട് വായിച്ചു മേനെ മേനെ തെക്കേ ഓർവസയിൽ. അപ്പോൾ പറഞ്ഞ്, രാജാവേ, നിന്റെ രാജ്യത്തും ദൈവം തുലാസിൽ എണ്ണിയിരിക്കുക, ചില നിമിഷങ്ങൾക്കകം നീ കൊല്ലപ്പെടും. സ്വോത്രം. ഇന്ന് ഞങ്ങളുടെ നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, ഞങ്ങളുടെ കോട്ടയം പ്രവാചകന്മാർ ഈ മേനെ മേനെ തെക്കേ ഓർവസൽ നമ്മുടെ പരിയാപുരത്തെ ചിന്നമ്മ ചേച്ചി കണ്ടാൽ ഇങ്ങനെ ഒരു കാര്യം പറയും, ആൻറ്റി വിഷമിക്കേണ്ട, മോന് തെക്കേ അമേരിക്കയിൽ നിന്ന് വിസ വരുമെന്ന്. സ്വോത്ര. ആ പ്രവചനമല്ല ഈ പ്രവചനം. ദാനിയേൽ ഒറിജിനൽ പ്രവാചകന. നിന്റെ കാലം തീരാറായി. രാത്രി പാർട്ടി നടക്കുമ്പോൾ ബാബേൽ കോട്ടയിൽ 2 പേര് വന്നിട്ടുണ്ട്, മേദിയുടെയും പാർസിയുടെയും ചക്രവർത്തിമാർ. അവരുടെ പേരാ ദാരിയാവേശും കോരശും. ബേൽഷസറിനെ തട്ടിക്കളഞ്ഞു. അധ്യായം 6 വരുമ്പോൾ മനസ്സിലാക്കണം. അധ്യായം 6 പ്രത്യേകതയാണ് ദാനിയേൽ സിംഹക്കുഴിയിൽ ഇറാഖിൻ്റെ ചീഫ് സെക്രട്ടറിയായി വരുവാൻ പദ്ധതിയിട്ട് ഒരുവനെ സിംഹങ്ങളുടെ കൂട്ടിലേക്ക് വലിച്ചിട്ടു. ഇന്ന് രാത്രി കരമുയർത്തണം. പിന്നത്തതിൽ ഇറാഖിൻ്റെ കൊട്ടാരത്തിൽ ഗവർണറായി ഇരിക്കേണ്ട ഒരുവനെ സിംഹക്കുഴിയിൽ
കുഴിയിൽ വലിച്ചിട്ടാൽ അതിൻ്റെ നടുവിലും പ്രോമിസ് ഉള്ളവനെ ഉയർത്തിക്കൊണ്ടുവരുക. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സഹോദരി, നീ കുഴിയിൽ വീണ് പോയി എഴുന്നേൽക്കയില്ലെന്ന് ലോകം പറയും. ഇന്ന് രാത്രി പറയണം, അവിടെ കടന്നാൽ സ്വർഗത്തിൻ്റെ കോവണി എനിക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ചെറുപ്പക്കാരാ, ലോകം പറയും നീ തകർന്ന് കാണുമെന്ന്, നാട്ടുകാർ പറയും യാതൊരു പോമടിയില്ലെന്ന്. പക്ഷേ 9ാമത് രാത്രി 10ാമത് കർവേൽ കൺവെൻഷൻ പറയണം, ഏതൊക്കെ കുഴിക്കകത്ത് ഞാൻ വീണാലും സങ്കീർത്തനക്കാരനോട് ഞാൻ ഞെരുക്കത്തിലെ ഗോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരല് വിശാല സ്ഥലത്താക്കി. ഏതൊക്കെ കുഴിക്കകത്ത് നീ വീണാലും നിന്റെ കണ്ണുനീരിൻ്റെ നടുവിൽ സ്വർഗത്തിൻ്റെ ലാഡർ നിനക്ക് പുറത്ത് കൊണ്ടുവന്ന് നിന്നെ പൊന്നുപോലെ മാനിക്ക്. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് പറയണം, നിന്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് നിന്റെ കുടുംബത്തിനകത്ത് ഒരു കോവണി ഇറക്കി തരുക. എത്ര പേർക്ക് ആത്മാവിൽ പറയും, പത്മോസിൻ്റെ ഏകാന്തതയിൽ യോഹന്നാൻ ഒരു കോവണി ഇറക്കി. ഓ, യോസഫ് പൊട്ടക്കിണറ്റിൽ കടന്നപ്പോൾ അവൻ ഒരു കോവണി ഇറക്കി. ലൂസിൻ്റെ പട്ടണത്തിൽ കരഞ്ഞ യാക്കോബിന് വേണ്ടി ഒരു കോവണി ദൈവം ഇറക്കിയെങ്കിൽ ഈ കൺവെൻഷനകത്ത് എൻ്റെ വിഷയത്തിനകത്ത് രോഗത്തിനകത്ത് ഒരു ഉറവ, ഹല്ലേലൂയ, എൻ്റെ കടഭാരത്തിനകത്തൊരു കോവണി, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് ഒരു കോവണി, എൻ്റെ വീടിൻ്റെ വിഷയത്തിനകത്ത് എനിക്ക് വേണ്ടി പുറത്തു വരുത്തുക ഒരു സ്വർഗത്തിൻ്റെ കോവണി എനിക്ക് വേണ്ടി ഇറക്കി തരുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി പറയണം. ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് പുറപ്പെടുവിച്ച സ്വർഗത്തിലെ ദൈവ ഈ 2024 ജൂൺ മാസം അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കടുങ്കട്ട് വീണ വിഷയത്തിനകത്ത് ചിലർ പറയും തകർന്നു പോകും, തകർന്നു പോകും, തകർന്നു പോകും. ചില ചെറുപ്പക്കാർ പറയും തീർന്നു പോകും, തീർന്നു പോകും. ചില സഹോദരിമാർ ഇന്ന് രാത്രി പറയും ഞാൻ അവസാനിക്കാൻ പോവുക. നെവർ നെവർ, നീ അവസാനിക്കേണ്ട, നീ തകരത്തില്ല. നിനക്ക് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവൻ തകർന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നിനക്ക് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരുവൻ അടിയേറ്റു വാങ്ങിയിട്ടുണ്ട്. നിനക്ക് വേണ്ടി അവൻ മുൾക്കിരീടം തലയിൽ ചാർത്തിയെങ്കിൽ 39 അടികൾ അവൻ്റെ ശരീരത്തിൽ പതിച്ചെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എൻ്റെ രോഗമല്ല വലുത്, അതിൻ്റെ അപ്പുറത്ത് ഒരുവനുണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ അവൻ വഹിച്ചു, വേദനകൾ അവൻ ചുമന്നു, അവൻ്റെ അടിപ്പിണരാൽ ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല, പതർവാൻ ദൈവം അനുവദിക്കത്തില്ല. ദാനിയേൽ 7 ലോകത്തിൻ്റെ സാമ്രാജ്യങ്ങൾ കടക്കാം. ഒരുവൻ്റെ കയ്യിലേക്ക് ഭരണം വരുമോ? നമ്മൾ വായിക്കാം ദാനിയേൽ പ്രവചനം 7-8 വാക്യങ്ങൾ. അവരുടെ രാജ്യത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായബുദ്ധിയുള്ള രാജാവ് എഴുന്നേൽക്ക് ലോകം ഒരുവൻ്റെ കയ്യിലേക്ക് വരാൻ പോന്നു. ദാനിയേൽ 7-8 വാക്യങ്ങൾ വായിച്ചിട്ട് മക്കളെ, ദാനിയേൽ 7-8 വാക്യങ്ങൾ. രാത്രി ദർശനത്തിൽ പിന്നെയും ദാനിയേൽ 7:2 വായിച്ചിട്ട് മോളെ, 7:2 രാത്രി ദർശനത്തിൽ ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്താ? ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത്, രാത്രിയിൽ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും, ആകാശത്തിലെ 4 കാറ്റ് സമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന വായിച്ചിട്ട് മോളെ. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. ഞാൻ ഇറ്റലിയിലേക്കാ പോകുന്നു, റോമിലേക്കാ പോകുന്നു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ, ആകാശത്തിലേക്ക് 4 കാറ്റടിക്കുന്ന കാറ്റാ സാത്താന്റെ ശക്തി അഥവാ വില്ലൻ കാറ്റ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരങ്ങൾ, അന്ധകാരത്തിന്റെ ശക്തികൾ. കേട്ടോ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പത്രത്തിൽ വായിച്ചു, ഇപ്പോഴും പല മൊബൈലിലും കുഴപ്പമുണ്ട്, ആകാശ ചൂഴി 33,000 അടി പറക്കുന്ന പ്ലെയിൻ ഒറ്റയടിക്ക് താഴേക്ക് വരും. 6,000 ആകാശത്തിനകത്ത് കാറ്റുണ്ട്, അതിൻ്റെ പേരാ വില്ലൻ. ആകാശത്തിൻ്റെ കാറ്റിൻ്റെ പേര് ട്രയാങ്കിൾ ബർമൂഡ. അത് ഇങ്ങനെ ചുഴറ്റി അടിക്കുന്ന കാറ്റുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? എല്ലാവരും ശ്രദ്ധിക്കണം. ആകാശത്തിൽ കാറ്റുണ്ടായിട്ട് വിമാനം വല്ലപ്പോഴും ആകാശ ചുഴിയിൽപ്പെട്ടു. മലേഷ്യൻ എയർവേസിൻ്റെ ഒരു വിമാനം ഇന്നും കാണാനില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സിംഗപ്പൂരിലേക്ക് വന്ന ഒരു വിമാനം കൂട്ടി ഭയങ്കരമായിട്ട് താന്നു. ഒരു ചേട്ടൻ തല ചെന്നിടിച്ച് അദ്ദേഹം മരിച്ചും പോയി, ഹാർട്ട് അറ്റാക്കായിട്ട്. ബാക്കി 72 പേർക്ക് പഴുക്ക. സിംഗപ്പൂർ എയർലൈൻസിൻ്റെ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു. അപ്പോൾ ആകാശത്തിനകത്ത് ചുഴിയുണ്ടോ? വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ പോരുകൾ. സ്വോത്രം. പലരും പറയും പോരില്ലെന്ന്. ദാനിയേൽ പ്രിയ പുരുഷനായിരുന്നു. അവൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എത്ര ദിവസം തടഞ്ഞെന്നറിയാവോ? 21 ദിവസം തടഞ്ഞു പാർസി രാജ്യത്തിൻ്റെ പ്രഭു. അപ്പം നമുക്കെതിരെ പോരാട്ടമുണ്ട്, ജഡരക്തങ്ങൾ, വാഴ്ചകൾ. പക്ഷേ പ്രധാന ദൂതനായ മീഖായിൽ വെട്ടിമാറ്റിയെങ്കിൽ ഇവിടുന്ന് നിങ്ങളുടെ തൊട്ടടുത്ത് തിരുവനന്തപുരത്ത് നിന്ന് 3.25 മണിക്കൂർ പോയി കഴിഞ്ഞാൽ, അല്ലെ 4 മണിക്കൂർ ദുബായിലോ, 4.5 മണിക്കൂർ ഖത്തറിലോ, 5 മണിക്കൂർ കുവൈറ്റിലോ ഇറങ്ങാം. അവിടുന്ന് ഒരു വിമാനം നേരെ അമേരിക്കയ്ക്ക് പോകാൻ ഏകദേശം 9.5 അല്ലെങ്കിൽ 10 മണിക്കൂർ മതി. ഇതിലേക്ക് കയറണം, നേരെ അവിടുന്ന് ലിബിയായി കയറണം. ലിബിയായി കയറി ആഫ്രിക്കയുടെ സൈഡിൽ കൂടെ വടക്കേ അമേരിക്ക കൂടെ കയറി അങ്ങ് പോകാം. 9.5 മണിക്കൂർ കൊണ്ട് വേണേൽ അമേരിക്ക കയറാം. പക്ഷെ ഒരു വിമാനം അങ്ങനെ പോകത്തില്ല. അത് നേരെ ബ്രിട്ടനിൽ പോകും. ബ്രിട്ടനിൽ പോയിട്ട് വേണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് ചെറുപ്പക്കാർക്ക് എണ്ണയും കാച്ചി പിന്നെ ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ വടക്കേറ്റത്തൂടെ കയറി പോകത്തുള്ളൂ. ഡയറക്റ്റ് പോകാത്ത എന്താ? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ മേളിൽ കാറ്റുണ്ട്. അതുകൊണ്ടായി വിമാനം നോൺ സ്റ്റോപ്പായി പോകാത്തത്.
ഇടയ്ക്കിറങ്ങുന്നത്. അതുകൊണ്ട് ആ വിശുദ്ധ ബൈബിളിലെ എഫേസ്യ ലേഖനം എഴുതി വെച്ചിരിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ. ആകാശത്തിൻ്റെ അധികാരി സത്താൻ, കാറ്റ്, വില്ല്. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. 4 മഹാമൃഗങ്ങൾ. ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. മൃഗം ഭരണാധികാരി. അതുകൊണ്ട് ഹേരോദാവിന് യേശു വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് അറിയാമോ? സ്തോത്രം. അവനെ വിളിച്ചു പറഞ്ഞത് കുറുക്കൻ ആ മൃഗത്തോട് പറയാം. എന്താ ഉലകഭരണവും ബൈബിളും? ഇതായിരുന്നു പഴയ കേരള യൂണിവേഴ്സിറ്റിയുടെ വേൾഡ് ഹിസ്റ്ററി. രാത്രിയുടെ ദർശനത്തിൽ ദാനിയേൽ മുട്ടുമടക്കുന്നു. ഇത് തന്നെ ബേൽസെബൂബ് കണ്ടത്. ആരാ? നെബൂഖദ്നേസർ. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്ര, കാലിൻ്റെ തുട ഇരുമ്പ്, ഇരുമ്പിന് ശേഷം കളിമണ്ണും, ഇരുമ്പും കളിമണ്ണ്, അതിനുശേഷം കാലിൻ്റെ 10 വിരൽ, ജനാധിപത്യം. കടക്ക. ദാനിയേൽ കണ്ട കാറ്റ് മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റ്. ഒന്നാമത്തെ ഭരണം തല സിംഹം അഥവാ ഇറാഖ. ആദ്യത്തെ ഭരണം നെബൂഖദ്നേസർ, തല തങ്കം കൊണ്ട്. അവൻ്റെ ഭരണത്തിന് ശേഷം ഒരുവനുണ്ടായത് ബേൽഷസർ, അത് പോയി. ആ ഭരണത്തിന് ശേഷം നെഞ്ചും കൈയും വെള്ളി. ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല. നെഞ്ചും കൈയും വെള്ളിയ. ദാര്യാവേശം, കോരശും. മോള് വായിച്ചതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. വാരിയലിൽ 3 എണ്ണം ഉണ്ടായിരുന്നു: ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. ദാര്യാവേശം, കോരശും പോയി. വീണ്ടും ഒരുവൻ വന്നു. ഗ്രീക്കിലെ ഒറ്റക്കൊമ്പനായ അലക്സാണ്ടർ. അവൻ്റെ പേരാ. ഗ്രീക്കിൻ്റെ ചക്രവർത്തിയായിരുന്നു ഫിലിപ്പ് രണ്ടാമൻ. അവൻ്റെ രണ്ടാമത്തെ ഭാര്യയിൽ ഒരുത്തനുണ്ടായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ലോകത്തെ വെട്ടിപ്പിടിച്ചവർ. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഭരണാധികാരി അലക്സാണ്ടർ ചക്രവർത്തി. അവൻ എവിടം വരെ വന്നു? ഇന്ത്യ വരെ വന്നു. പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് കയറുമ്പോൾ പാകിസ്ഥാനിൽ ഇന്നൊഴുകുന്ന ഒരു നദിയുണ്ട്. എല്ലാവരും കേൾക്കണം ബൈബിളും പ്രവചനവും. ചേലം നദി. അവിടെ വന്നിട്ട് ഒരു വാളെടുത്ത് ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, ഈ കടൽ കരയായിരുന്നെങ്കിൽ ഞാൻ അതിനെയും പിടിച്ചേനെ. സ്വോത്ര പറഞ്ഞത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. പക്ഷേ അവിടെ നിന്ന് അവൻ തിരിച്ചു പോയി. പോകുന്ന വഴിക്ക് ഇറാനിൽ ഒരു സ്ഥലമുണ്ട്, ബന്ദർ ബിൻ അബ്ബാസ്. നല്ല കുളിക്കടവ, ഈ വിഴിഞ്ഞം കോവളം പോലെ. അവിടെ അവൻ കുളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജലദോഷം തുടങ്ങി. കപ്പൽ നേരെ ഗ്രീസിലേക്ക് വിടാൻ പറഞ്ഞു. ഗ്രീസിലേക്ക് വിട്ടു. അവന് 4 കമാൻഡർമാരുണ്ടായിരുന്നു. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. സിംഹത്തിൻ്റെ തലയോ, നെഞ്ചും കൈയും വെള്ളിയും, അരഭാഗം താമ്രം കൊണ്ട് 4 കഴുകൻ ചിറകുകൾ. അതായിരുന്നു ക്യാപ്റ്റൻ ലിസിമാക്കസ് സെലൂക്കസ് കസാന്തിസ് ടോളമി, അഥവാ ഈ ഇവൻ്റെ പിന്നെ അലക്സാണ്ടറിൻ്റെ ഗവർണർമാർ. അതിലൊരുവനായിരുന്നു ക്യാപ്റ്റൻ സെലൂക്കസ്, തൻ്റെ സഹോദരിയുടെ ഭർത്താവ്. ഗ്രീസിലെത്തിയപ്പോൾ പനി കൂടി, വൈറൽ പനിയായിപ്പോയി. കൈകാൽ വിറയ്ക്കാൻ തുടങ്ങി. ഇവനെ പിടികിട്ടി, അലക്സാണ്ടർ പിടികിട്ടി. നാളെ ഞാൻ മരിക്കും. സഹോദരിയുടെ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞു, നാളെ ഞാൻ ഈ ഗ്രീസിൽ മരിക്കും. എൻ്റെ വിലാപയാത്ര ഇവിടെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൈകൾ എൻ്റെ ശവപ്പെട്ടിക്കകത്ത് തുറന്നു വെച്ചിരിക്കണം. ഗ്രീസിലുള്ള ജലം കാണണം. ലോകം മൊത്തം വെട്ടിപ്പിടിച്ചിട്ട് സെമിത്തേരിയിലേക്ക് ഞാൻ വെറും കൈയുമായി യാത്രയാകുന്നു. വചനം മനസ്സിലാകുന്നവർക്കായി ഉലകത്തെ മുഴുവൻ മഹാസമുദ്രത്തിന് പടവാളി കൊണ്ട് വെല്ലുവിളിച്ച ദാനിയേൽ. ഇവൻ ആരാ? നമ്മുടെ ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ പിറ്റേന്ന് മരിച്ചോ. അവൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോൾ ആളിയനോട് പറഞ്ഞതുപോലെ 2 കരങ്ങൾ തുറന്ന് മലത്തിയിട്ട് കൊണ്ടുപോയി. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കൈ എവിടെയാ മലത്തിയാലും തിരിച്ചാലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവവൈതലിന്റെ പ്രത്യാശ, കല്ലറയ്ക്കപ്പുറത്തും അവൻ നമ്മെ മാടി വിളിക്കും. അതാ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്ന ഗംഭീരനാദം. അതുകൊണ്ടാണ് ഇന്ന് രാത്രി മരിയാപുരമേ ഞങ്ങൾ കൺവെൻഷൻ ചോദിക്കുന്ന, നിന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ലോകത്തിൻ്റെ ഗംഭീര ചക്രവർത്തിയെ അലക്സാണ്ടറിനെ വെട്ടിത്തകർക്കുവാൻ ഒരു ചെറിയ പനിയെ വന്നോളൂ. അവൻ അവസാനം സെമിത്തേരികൾ കൈ മലർത്തിപ്പോയി. മരണം പിടിക്കുന്നതിന് മുമ്പ് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതിനുശേഷം റോമിൻ്റെ ഭരണം. അതാ കാലിൻ്റെ തുട. കാലിൻ്റെ തുടയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കാലിൻ്റെ തുട ഇരുമ്പ, ഭയങ്കര കട്ടിയായിരുന്നു. എന്താ അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. 1 മിനിറ്റ് മുന്നോട്ട് നമ്മൾ സഞ്ചരിച്ചെങ്കിലും ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ട് എഴുന്നേൽക്കാവും. എന്താ അതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? പറയാം. റോമിൻ്റെ ഭരണകൂടത്തിൽ ഈ സുവിശേഷകർക്ക് അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവരുടെ പേടി ഈ തച്ചൻ്റെ മകൻ്റെ വചനം പറയുന്ന സ്വോത്രം. യേശു രക്ഷകനെന്നൊന്നും റോം പറഞ്ഞിട്ടില്ല. അവരുടെ ഹല്ലേലൂയ പല പ്രഭാഷണങ്ങളും ഞാൻ പറയാറുണ്ട്. നമുക്കിവിടെ കർമ്മയിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ലൈറ്റും ബൾബൊക്കെ ഉണ്ട്. റോമിനകത്ത് ആദ്യത്തെ ഭൂഗർഭ തിയേറ്റർ മോഹൻലാലിൻ്റെ, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ, ദിലീപിൻ്റെ അല്ല, കാറ്റക്കൊമ്പ് കൊലോസിയോ. അവിടെ രാത്രിയിൽ പാർട്ടി നടക്കുമ്പോൾ ഉപദേശിമാരെ കൊണ്ടുവരുന്നത്. അവരെ ഈ തൂണോട് കെട്ടി നിർത്തുക. ഇതിനകത്തൊരു സംഭവം നടന്നു. LMSൻ്റെ ചരിത്ര ആളുകളുണ്ട്. 21 വയസ്സുള്ളൊരു കുഞ്ഞ് പരസ്യയോഗത്തിൽ പ്രസംഗിച്ചു. അവനെ റോമിൻ്റെ ചക്രവർത്തിമാർ കൊണ്ടുപോയി. രാത്രി പാർട്ടി നടക്കുക. വന്യമൃഗങ്ങളെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. ഒരു തൂണിനകത്ത് അവനെ കെട്ടി നിർത്തിയ, തൂണിനകത്ത് കെട്ടി നിർത്തിയിട്ട് ബൈബിൾ അവൻ്റെ കൂടുണ്ട്. ചെറുപ്പക്കാരനായി ഇദ്ദേഹത്തോട് റോമിൻ്റെ ചക്രവർത്തി വന്നിട്ട് ഇംഗ്ലീഷിൽ ചോദിച്ചു, ആർ യു അക്സെപ്റ്റ് ഇൻ ജീസസ്? നീ യേശുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? കർത്താവിനെ രക്ഷിതാവ് സ്വീകരിക്കുന്നുണ്ടോ? ഇവൻ കൈകാലികൾ കെട്ടി വാ മാത്രം തുറന്നിട്ടുണ്ട്. അവൻ പറഞ്ഞു, ഐ അക്സെപ്റ്റ് മൈ ജീസസ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു.
ഓൺലി സേവിയർ എന്ന് പറഞ്ഞു. രാത്രി 12 മണി എന്നല്ല കള്ളു കുടിച്ച് പാർട്ടി നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനോട് വീണ്ടും ചോദിച്ചു, വേർ ഈസ് യുവർ കാർപ്പൻറ്റർ? യേശുവിനെ അവന്മാർ വിളിക്കുന്ന ആശാരി എന്നാ. നിന്റെ ആശാരി എവിടെ? ചെറുപ്പക്കാരൻ പറഞ്ഞു, മൈ കാർപ്പൻറ്റർ ഈസ് ബിസി നൗ. രാത്രി 12 മണിക്ക് എൻ്റെ ആശാരി ബിസിയാണ്. സ്വോത്രം. രാജാവ് ഞെട്ടിപ്പോയി. രാജാവ് ആ കുഞ്ഞിനോട് ചോദിച്ചു, വൈ യുവർ കാർപ്പൻറ്റർ നൗ 12 o'clock in busy? അപ്പോൾ ആ ചെറുപ്പക്കാരൻ വാ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മൈ കാർപ്പൻറ്റർ ഈസ് മേക്കിംഗ് എ പാലസ് ഫോർ മീ. എൻ്റെ കർത്താവ് ഈ രാത്രിയിൽ എനിക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൂടാരമായ ഭൗമഭവനം മണ്ണിനകത്ത് കെട്ടുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനം ഒരുക്കി തൻ്റെ സഭയെ ചേർക്കുവാൻ വരുന്ന തൻ്റെ മഷികായ കർത്തൃത്വത്തിൽ സ്വീകരിച്ച കുഞ്ഞിന് മരണം കാണുമ്പോഴും പറയും, വീടൊരുക്കിയവൻ തൻ്റെ മക്കളെ ചേർക്കാൻ വരുന്നു. എന്നിട്ട് രാജാവ് അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അവൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, മൈ കാർപ്പൻറ്റർ ഈസ് മേക്കിംഗ് ആൾസ് എ കോഫിൻ ഫോർ യു. കള്ള രാജാവേ, നിനക്ക് വേണ്ടി ഒരു ശവപ്പെട്ടി ആശാരി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. യഹോവയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവേൻ. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി അവൻ നിന്നെ കീറിക്കളയും, വിടുവിക്കാൻ ആരുമില്ല. ആ കുഞ്ഞുങ്ങിനെ ഹല്ലേലൂയ ആ വന്യമൃഗം വേട്ടയാടിക്കൊന്നു. അതിൻ്റെ റോമിൻ്റെ ഭരണകൂടം ഇന്ത്യയിലും തീർന്നു. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിട്ടു. ഇപ്പം ഇവിടെ ഒരു ഭരണമുണ്ട്. ആ ഭരണത്തിൻ്റെ പേരാ ജനാധിപത്യ ഭരണം. അതാ ഇരുമ്പും കളിമണ്ണ്. ലോകത്തിലെ ഒരു ഭരണാധികാരികൾ ഒരുമിച്ചല്ല ഇന്ന് കൂട്ടുകക്ഷി ഭരണം. കേരളത്തിൽ CPM-ൻ്റെ നേതൃത്വത്തിൽ കൂട്ടുകക്ഷി, വടക്കേ ഇന്ത്യയിൽ BJP-യുടെ നേതൃത്വത്തിൽ NDA ഭരണം, അമേരിക്കയിൽ കോൺഗ്രസ്, ഇസ്രായേലിൽ ലിക്വിഡ്, അത് കഴിഞ്ഞിട്ട് ബ്രിട്ടനിൽ ലേബർ പാർട്ടി. ഈ പാർട്ടിയാണ് ജനാധിപത്യ ഭരണം. ഇവന്മാർ രണ്ടും തങ്ങൾ ചേരത്തില്ല. അതുകൊണ്ടായി സത്യപ്രതിജ്ഞാ സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സാർ ആന്ധ്രാപ്രദേശിലെ TDP ചന്ദ്രബാബുവിന് ബൈറ്റോ ബായി ഇരിക്കു ബായി കണ്ടില്ലയോ, ചാടിപ്പാൻ പേടിയുണ്ട്. സ്വോത്രം. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ എല്ലാവരും MLA-മാരെ അടിച്ചുകൊണ്ട്. ഇത് അവസാനിച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന യൂറോപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭരണം 10 കൊമ്പ്. ഈ ഭരണങ്ങളെല്ലാം തീരും. അതിനുവേണ്ടി G7 ഉച്ചകോടിയിലേക്ക് ലോകം തല തങ്കം, നെഞ്ചും കയ്യും വെള്ളി, അരഭാഗം താമ്ര, കാലിൻ്റെ തുട ഇരുമ്പും കളിമണ്ണ്. ജനാധിപത്യം കഴിയുമ്പോൾ വരാൻ പോകുന്നു യൂറോപ്യൻ യൂണിയൻ. മോളിൽ വായിക്കാം ദാനിയേൽ 7-8 വാക്യങ്ങൾ. പടപട വായിച്ചിട്ട് ദാനിയേൽ പ്രവചനം 7-8 വാക്യങ്ങൾ വായിക്കാം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. നാലാമതൊരു മൃഗം ഗ്രേറ്റ് ബ്രിട്ടൻ ഇവിടെ തീരും. അടുത്തത് അതിന് വലിയ അത് ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണകൂടങ്ങളെല്ലാം ചവിട്ടിക്കളഞ്ഞു. അടുത്തത് മുൻപേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഈ ജനാധിപത്യം തകരുന്നു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളൊരു ഭരണാധികാരി വരാൻ പോകുന്നു. അടുത്തത് അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഈ 10 കൊമ്പായി ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ കരമുയർത്തുന്നവർക്കായി അതിനുവേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ G7 ഉച്ചകോടി 12 രാജ്യങ്ങളെ യൂറോപ്യൻ യൂണിയൻ മാറ്റിക്കളയരുത്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-ൽ 1 ദൈവം വെട്ടി ബ്രിട്ടൻ. അതുകൊണ്ടാണ് നെയ്യാറ്റിൻകരക്കാരൻ UK-ലും അയർലൻഡിലും അതുപോലെ ന്യൂസിലൻഡിലും അത് കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും പോയിരിക്കുന്നത്. ഇനി ഒരെണ്ണവും കൂടെ പോയാൽ എൻ്റെ കർത്താവ് വരാറായി. ഇറ്റലിയിലെ യോഗം നടക്കുന്നു. പ്രധാനമന്ത്രി മാർപ്പാപ്പയെ കാണുന്നു, അമേരിക്കൻ പ്രസിഡന്റിനെ കാണുന്നു. ഇതിൻ്റെ പേരാ G7 എങ്കിൽ 3 കാര്യം ഇവിടെ നടക്കാൻ പോകുന്നു. അടുത്ത കാര്യം ഞാൻ അടുത്ത വാക്ക് വായിച്ചോട്ടെ. 10 കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അവിടെ അങ്ങനെ നിൽക്കട്ടെ. അതാ ദാനിയേൽ പറഞ്ഞ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. ന്യൂ വേൾഡ് ഓർഡർ, ഏകനാൽ ഭരണം നടക്കാൻ പോകുന്നു. അതാ 3 കൊമ്പ്. അതിനാൽ ഈ ചെറിയ കൊമ്പ എതിർ ക്രിസ്തു അല്ല ഏകലോക ഭരണം. അടുത്ത വാക്ക് അതിനാൽ. അടുത്തത് മുൻപിലത്തെ കൊമ്പുകളിൽ 3 പേരോട് പറഞ്ഞു. ഫുൾ സ്റ്റോപ്പ്. 3 ഭരണകൂടത്തെ അവൻ തറക്കാൻ പോകുന്നു. അതിന്റെ പേരാ രാജാധിപത്യം. ഗൾഫിലെ ഷേഖുമാരുടെ ഭരണം എല്ലാം തീരും. 2 ജനാധിപത്യം, ഇന്ത്യ അടക്കമുള്ള ജനാധിപത്യം. 3 ഏകാധിപതികൾ. ഇന്നത്തെ ഏകാധിപതികൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അത് കഴിഞ്ഞിട്ട് ചൈനയുടെ ഷീ ജിൻപിങ്, ഇലക്ഷനില്ല. കൊറിയയിലെ കിങ് ജോങ്, അവനെല്ലാം താഴെ വീഴും. 3 എണ്ണത്തിന് വീഴ്ചകളിൽ ഒരു ഭരണം വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ ആര് പറയുന്നു ഒരു ഭരണം വരണമെന്ന്? ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര
നരേന്ദ്രമോദി സാർ, എല്ലാവരും കേൾക്കണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കേട്ടോണേ, അബുദാബിയിൽ ഒരു അമ്പലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ 7,000 കോടി. അദ്ദേഹം ഹിന്ദി പറഞ്ഞൊരു കാര്യമുണ്ട്, ബായോ ബഗനോ യെ സുന്ന മങ്ത अपना दुनिया बरकत होने के लिए, शांति समाधान के लिए एक आदमी हुकूमत में बैठेगा, दुनिया को शांति हो गया. ഒരുവൻ സിംഹാസനത്തിൽ ഇരുന്ന ശാന്തി സമാധാനം കിട്ടുമെന്ന്. ഇനി എല്ലാം പ്രശ്നമാണ്. കറൻസികൾ തീർന്നു. ഡോളർ വേണ്ട, റൂബിൾ വേണ്ട, ഡോളർ വേണ്ട, പിന്നെ അത് കഴിഞ്ഞ് റിയാൽ വേണ്ട, ദിനാർ വേണ്ട, ഇന്ത്യൻ രൂപ വേണ്ട, ഓൺലൈനിലാക്കിക്കൊണ്ട് എല്ലാം കാർഡ് സിസ്റ്റത്തിൽ ഭരിക്കുവാൻ ഒരുവൻ. അതാ പറഞ്ഞ അവനടുക്ക വാതിൽക്കൽ. ക്ലിയറായി അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പളതായി ഇല തളർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ. അങ്ങനെ അവനടുക്ക വാതിൽക്കലെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ കർമ്മയിലിരിക്കുമ്പോൾ ലോകത്തിലെ രാഷ്ട്രങ്ങൾ G7 ഉച്ചകോടിയിൽ ഇറ്റലിയിൽ കൂടുന്നു. അതിനകത്ത് മാർപ്പാപ്പയും കരം കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ഒരേക ലോക ഭരണത്തിന് വേണ്ടി. ബൈബിൾ കൃത്യം ഒരിടത്ത് അത്തി തളർക്കുന്നു. ഇസ്രയേൽ സിറിയയുമായും, ഇസ്രയേൽ ലെബനോനുമായും, ഇസ്രയേൽ ഇറാനുമായും, ഇനി തുർക്കിയുമായി അടിക്കാൻ തയ്യാറെടുക്കുമ്പോൾ തൊട്ടിക്കരക്കരയിൽ കത്തോലിക്ക സഭയുടെ ഇറ്റലിയുടെ കീഴിൽ റോമിനകത്ത് ഇന്നൊരു കാര്യം നടക്കുന്നു. G7 ഉച്ചകോടി മത നേതാക്കൾ ഒരുമിക്കുന്നു. വെളിപ്പാട് 13:7 പറയുന്നുണ്ട്, വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും ഒരുവൻ അധികാരം കൊടുക്കുവാൻ. ഒരു കരയിൽ യുദ്ധം നടക്കുമ്പോൾ തൊട്ടുപുറത്ത് മറുകരയിൽ ലോക നേതാക്കൾ ഒരുവന് വേണ്ടി ഹല്ലേലൂയ കാത്തിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ഒരുവൻ ഇവിടെ ഭരിക്കുന്നതിന് മുമ്പ് ഒരു രാജാവ് നീതിയോടെ വാഴും. കരമുയർത്തുന്നവർക്ക് അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കുക. അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിൻ്റെ പ്രഭുവായി, രാജാക്കന്മാരുടെ രാജാവായ എൻ്റെ കർത്താവ് വരാറായി. അവൻ ഇവിടെ വന്നാൽ ഈ 10 കൊമ്പ് എഴുന്നേറ്റാൽ അമേരിക്കയിലൊക്കെ തീരാൻ പോകുന്ന യൂറോപ്പ് ഭരണത്തിൽ വരുമോ? വായിക്കാം. മത്തായി 7:24-25 വാക്യങ്ങൾ മോൾ വായിച്ചിട്ട്. ദാനിയേൽ പ്രവചനം 7:24-25. ദാനിയേൽ 7:24-25 വാക്യങ്ങൾ വായിക്കാം. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ ഇതാ കിടക്കുന്ന, ഇതാ 10 കൊമ്പ് 7 തല. ഞാൻ പറഞ്ഞില്ലേ 10 രാജാക്കന്മാർ ഐക്യമാകുമ്പോഴോ ഈ രാജ്യത്തുള്ള 10 കൊമ്പുകൾ വായിക്കാമോ? 10 രാജാക്കന്മാരാകും. അമേരിക്കയൊക്കെ മാറും. 10 രാജാക്കന്മാർ എഴുന്നേറ്റ് വരും. അതിൻ്റെ അർത്ഥം സഖാവ് പിണറായി ഒറ്റയ്ക്കല്ല, കേരളം രാജീവുണ്ട്, ബാലഗോപാലുണ്ട്, ഭാസ്വൻ ചേട്ടനുണ്ട്, കൂടെ വീണ ചേച്ചിയുണ്ട്, എല്ലാവരും ഉണ്ട്. അതുപോലെ 10 രാജാക്കന്മാർ യൂറോപ്പിന് പിന്തുണ കൊടുക്കാൻ എഴുന്നേറ്റ് വരും മക്കളെ. അതിൻ്റെ മുന്നോടിയാ ഇന്ന് നമ്മുടെ കൺവെൻഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ ടെലിവിഷനകത്ത് എല്ലാത്തിനും കാണും. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിരിക്കുന്നു റോമിനകത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ഹി വിൽ ഹാൻഡഡ് ഓവർ that hand is going to മാർപ്പാപ്പ. അത് കഴിഞ്ഞ് എല്ലാത്തിനും കൈ കൊടുക്കാൻ പോവാ ഒരു ഏകലോക ഭരണത്തിന് വേണ്ടി. അടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ വാർത്ത കാണായി പ്രസംഗിക്കുന്ന അടുത്ത വാക്ക് വായിച്ചട്ടെ. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. ഒരുവൻ ഇതിന്റെ നടുവിൽ നിന്ന് ലോകത്തെ ശരിയാക്കാൻ ഒരുവൻ എഴുന്നേൽക്കും. അവനെടുക്ക വാതിൽക്കൽ. അടുത്തത്, അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി. ഇന്നത്തെ ലോക ഭരണങ്ങളെ എല്ലാം മാറ്റിക്കളയും. ഇപ്പോൾ ഉള്ളവരൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അവർ മയത്തിപ്പോന്നവരാ, അവരെ മാറ്റിക്കളയും. അടുത്തത്, അവൻ മുൻപിലെത്തുള്ളവരോട് വ്യത്യാസമുള്ളൊരു ഡിഫറന്റ് റൂളർ കമ്മിങ് ടു ദ വേൾഡ്. ഡിഫറന്റ് റൂളർ. അടുത്തത്, 3 രാജാക്കന്മാരെ വീഴിച്ചു. 3 രാജാക്കന്മാർ. സാമ്പത്തികം അതിനകത്ത് വരും. രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം. ഈ സാമ്പത്തികം തകരുമ്പോൾ ലോകത്തിലെ 3 രാജ്യത്വങ്ങൾ അവൻ തീർക്കും. ജനാധിപത്യം, രാജാധിപത്യം, ഏകാധിപത്യം അവൻ വീഴ്ചകളെ. അടുത്തത് എന്റെ പ്രസംഗം അതിനു വേണ്ടിയാ കറങ്ങി വന്ന് വായിച്ചട്ടെ. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും, എന്റെ ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് വിരോധമായി വമ്പ് പറയുകയും. അടുത്ത വാക്ക്, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും. അടുത്തത് എന്റെ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും. അതിന്റെ ഇംഗ്ലീഷാ ലാ ആൻഡ് ഓർഡർ. ഇനി ആ പ്രസംഗം തുടങ്ങുന്നതേ ഉള്ളൂ. ലാ ആൻഡ് ഓർഡർ, സമയങ്ങളെയും നിയമങ്ങളെയും അവൻ മാറ്റിക്കളയും. അടുത്തത്, കാലം. 7 കാലങ്ങളും വരുന്ന കാലങ്ങൾ. കാലാംശവും 3.5 വർഷം എതിർക്രിസ്തുവിന്റെ ഭരണം. ലോകം വായിച്ചിട്ട് മോളെ, അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ഇന്നത്തെ ഭരണകൂടം അവന്റെ കൈ കൊടുക്കാൻ പോവാ. വെറുതെ അല്ല. ഇറ്റലിയിൽ കോൺഫറൻസ് നടക്കുന്ന ഒരുവന്റെ കയ്യിൽ കാലം, ഇന്നത്തെ ഉലകം, കാലങ്ങൾ, വരാൻ പോകുന്ന ഭാവി കാലം, പ്രസന്റ്, ഫാസ്റ്റ്, ഫ്യൂച്ചർ ടെൻസ്, കാലാംശം, പകുതി 3.5 അവൻ്റെ കയ്യിൽ കൊടുക്കാൻ പോന്നു. അങ്ങനെയെങ്കിൽ അവൻ നിയമത്തെ മാറ്റും, സമയത്തെ മാറ്റും. ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. 2 കാര്യം പറയുമ്പോൾ ഇത് ഇടവേളയിലേക്ക് എന്താ നിയമം? ഇനി എല്ലാവരും ശ്രദ്ധയോടെ വളരെ താഴ്മയോടെ പോകും. എന്താ നിയമം? ആദിമ നിയമം. ഉൽപ്പത്തി 1 പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി. ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിന്മീതെ വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതല്ല പരശുരാമൻ മഴ പറഞ്ഞൊന്നുമല്ല കേരളം. സ്തോത്രം. മനസ്സിലാക്കണം. ലോകവും അതാ സ്തോത്രം.
ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യം ഇരുൾ ഭൂതലം വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ യൂണിവേഴ്സ് ഇതിനെ വിളിക്കുന്നത് ഒന്നാമത്തെ ലോകം കാസ്മോസ്. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. കാർമിക നിയമം. എവിടെ മനുഷ്യനെ സൃഷ്ടിച്ച് പലരും പറയുന്നിട്ട് കുരങ്ങൻ പരിണമിച്ച മനുഷ്യനായെന്ന്. സന്തോഷമില്ലല്ലോ. ചിമ്പാൻസി പരിണമിച്ച മനുഷ്യനായെന്ന്. അങ്ങനെ അന്ന് മനുഷ്യൻ 6000 കൊല്ലം ചരിത്രമുണ്ട്. നമ്മൾ പരിണമിക്കണം. ഏതെങ്കിലും ഡോക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി അവർ പറയും സ്വോത്രം. മനുഷ്യൻ പരിണമിച്ചത് കുരങ്ങനായിട്ടല്ല. ഇറാഖിൻ്റെ വടക്കേറ്റ മുക്കുന്നിമല പോലൊരു മണ്ണുണ്ട് എത്യോപ്യ. അവിടെ 6 ഘടകം സ്വർഗം എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം മെനഞ്ഞു. ബൈബിൾ നാളെ ഇത് പറയത്തിൽ ഉൽപ്പത്തി 2:17 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മണ്ണീന്നല്ല. അത് കഴിഞ്ഞിട്ട് ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായി ചിലർ നിത്യലജ്ജയ്ക്കായി എഴുന്നേൽക്ക്. അതും പൊടി. അത് കഴിഞ്ഞിട്ട് മോശ അകരവൻ്റെ ചേട്ടൻ്റെ മരണം കണ്ടു. അപ്പോൾ ഒരു സങ്കീർത്തന ഭാഗം എഴുതി. എന്താ എഴുതിയെന്നറിയാമോ? അനാദിയായി ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ, മനുഷ്യന് പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവ. സങ്കീർത്തനം 90. അവിടം കൊണ്ട് ഭാഷന്മാർ നിർത്തും. അതിൻ്റെ അർത്ഥം താഴെ ഒരു വല്ലാത്ത വാക്യമുണ്ട്. ഞങ്ങൾക്ക് നെഞ്ചുവേദന വരുന്ന വാക്യം. ശവപ്പെട്ടി ഏറെയായാൽ 70. സന്തോഷമില്ലല്ലോ. 80. ആർക്കെങ്കിലും ഈ വാക്യം ഇഷ്ടമാണെന്നു? ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യം ഭാര്യമാരെ കൊടുക്കും. എങ്ങനെങ്കിലും അവൾ പോയാലും വേണ്ടിയുള്ള ഞങ്ങൾ വേറെ നോക്കാം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഒരു വീട്ടിലും വായിക്കാത്തൊരു സങ്കീർത്തനം 90. അപ്പോൾ പൊടി മണ്ണിൽ 100 മൂലകമുണ്ട്. എൻ്റെ കട്ടി മൂലകം ബൊറോക്സോൺ, പെരുങ്കടവിള, ആലത്തൂർ, മുക്കുന്നിമല, പാറ. അതിൽ നിന്നല്ല ആ മണ്ണ് ഫിൽട്രേറ്റ് ചെയ്യുന്ന 17 മൂലകത്തിൽ നിന്ന് മനുഷ്യനെ പൊടിയിൽ സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. 7ാമത്തെ ഘടകം നിലത്ത പൊടി. അതിനകത്ത് ജീവശ്വാസം. ആദമിൻ്റെ മേഖലയിൽ സ്വർഗമോദി എത്യോപ്യയിൽ വെച്ച് ആദമിൻ്റെ മേൽ ജീവശ്വാസം മൂതി. അവൻ്റെ കണ്ണ് ചലിക്കാൻ തുടങ്ങി, കാവൽ ചലിക്കാൻ തുടങ്ങി, കിഡ്നിയുടെ ചലിക്കാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ പമ്പിങ് ബ്ലഡ് ഓടാൻ തുടങ്ങി, തലമുടി അനകാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ദൈവത്തെ ഞങ്ങൾ സാധാരണ ദൈവം എന്നല്ല, മഹാദൈവം, കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. ആദം. ഇനിയാ നമ്മുടെ പ്രസംഗം. ആദത്തിന് തക്ക തുണ. തീണയല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ഹവ്വായ്ക്ക് ആദമിന് അബോധാവസ്ഥ വരുത്തിയ ഒരു വാരിയൽ ഊരി തക്ക തുണയുണ്ടാക്കി. ഈ വാരിയൽ ഊരിയൊരു കഥ അനസ്തേഷ്യ. 75 വരെ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ ചെയ്ത് എങ്ങനെയായിരുന്നു അറിയാമോ? മയക്കുകളെ കൊടുക്കും. അപ്പം ചുവിട്ടിരിക്കുന്നു, കൈയും കാലും വേണേ കട്ടിലെ കെട്ടിയിടും. എന്നിട്ട് ആ ഡോക്ടർമാർ എഴുന്നേറ്റ് ഓടാതെ ശസ്ത്രക്രിയ. ആ കാലം പോയി. 1975 വരെ യൂതനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ഡോക്ടർ ജെയിംസ് സിംസൺ. അവൻ ഈ ബൈബിള് വായിച്ചു. എടാ, ആദമിന് എങ്ങനെ അബോധാവസ്ഥ വരുത്തി? അങ്ങനെ അവൻ ആദ്യത്തെ കണ്ടുപിടുത്തം നടത്തി. ക്ലോറോഫാം. അവൻ്റെ മൂത്ത ചേട്ടനാണ് ഇന്നത്തെ അനസ്തേഷ്യ. അവറാച്ച. സന്തോഷമില്ലല്ലോ. അപ്പോൾ അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാരാ? ഡോക്ടർ ജെയിംസ് സിംസൺ. നിങ്ങളുടെ PSCക്ക് വരും. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ഇതെല്ലാം ബൈബിളിൽ നിന്നാണ്. ഡോക്ടർ ജെയിംസ് സിംസൺ മരിക്കാറായി. അദ്ദേഹത്തിന് കാലുകൾ തളർന്നു. വീൽ ചെയറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടന്ന നോബൽ സമ്മാനം. അദ്ദേഹത്തിനോട് തൻ്റെ കൂട്ടുകാരും പത്രക്കാരും വന്ന് ചോദിച്ചു, സാറേ മരിക്കുന്നത് പേടിയില്ല, താങ്കൾക്ക് നോബൽ സമ്മാനം കിട്ടിയില്ല, ഇതല്ലേ ലോകത്തിൽ സന്തോഷം? അദ്ദേഹം പറഞ്ഞ്, നോബൽ സമ്മാനം കിട്ടിയതല്ല, എൻ്റെ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചതാ എൻ്റെ സന്തോഷം. സ്വോത്രം. ആദമിന് തക്ക തുണയെ കൊടുത്ത് ഹവ്വായെ അവരെ പാർപ്പിക്കാൻ കൊണ്ടുവന്നതായി ഏദൻ. അവിടെ വെച്ച ആദ്യത്തെ കല്യാണം. അതാ ആദമിനോട് അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകാൻ നിത്യം ദൈവത്തെ ആരാധിക്കുക. അത് കഴിഞ്ഞ് ഒരു ദിവസം 1000 സംവത്സരം തോട്ടത്തിലെ ഫലം. എൻ്റെ കാര്യം വിവാഹം. അതുകൊണ്ട് അവിടെ വളാത്താൻകര, മലങ്കര കത്തോലിക്കൽ അല്ലെങ്കിൽ യാക്കോബ പാത്രിക്കീസ് പള്ളികളിൽ അച്ഛന്മാരിങ്ങനെ വരനെയും മധുവിനെയും മദ്ബഹയുടെ മുമ്പിൽ നിർത്തിയിട്ട് കരമിങ്ങനെ ഉയർത്തി മാലയൊക്കെ പിടിച്ചൊരു പാട്ട് പാടും. വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാൽ അത് വാഴ്ത്തി മണവാളന് നൽകി മണവാട്ടിക്കും കൊടുത്തു, വൈദിക സമ്മാശന്മാരാൽ അനുഗ്രഹിച്ച്. എവിടെ കേൾക്കാൻ? നമ്മൾ ആ സമയത്ത് കല്ലറയുടെ മേളിൽ ഇരുന്ന് ഫേസ്ബുക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. അപ്പോൾ ആദ്യത്തെ കല്യാണം നടത്തിയത് നെയ്യാറ്റിങ്കര സബ് രജിസ്ട്രാറിലാണ്. അതുകൊണ്ട് ദൈവദാസന്മാർ പെന്തക്കോസിൽ ഉഭയസമ്മതം നടത്തുമ്പോൾ 6000 കൊല്ലങ്ങൾക്കും ഏദന്റെ പൂങ്കാവനത്തിൽ ആദമ്യ കുടുംബത്തെ ഹവ്വായെ സംയോജിപ്പിച്ച് കുടുംബജീവിതത്തിന് അടിസ്ഥാനമിട്ട ദൈവത്തിൻ്റെ കരത്താൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ ഞങ്ങൾ ഉഭയസമ്മതം കൊടുത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.